ഒരു കാലത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു എൻ്റെ മകൻ UK-ലാണ്, US-ലാണ്, UN-ലാണെന്നൊക്കെ പറഞ്ഞു. ഇന്നതൊരു ശാപമായും കാണുന്നവരുണ്ട്. ഐ ഓൾവേസ് പ്രൗഡ്ലി സേ ദേ ഡൈഡ് വിത്ത് ഇൻ പീസ്, ഇൻ ഡിഗ്നിറ്റി. കാര്യം നല്ലൊരു മരണം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അവരെ എല്ലാവരുടെയും മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവരെ എമ്പതിയോടുകൂടി നോക്കി അങ്ങനെ യാത്ര അയക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു തിരിച്ചറിവ്, ഒരു അനുഭവ പാഠമാണ്. ഓൾഡ് ഏജിൽ മോർ ദാൻ മെഡിസിൻസ്, വാട്ട് വർക്ക്സ് ഇസ് ലവ്, കെയർ, കമ്പാഷൻ, എംപതി, പേഴ്സണൽ ടച്ച്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള അപ്പനെയും അമ്മയോ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് നാളുകൾ എത്രയായി? അത് എത്ര മരുന്ന് കൊടുത്താലും കിട്ടാത്ത എഫക്റ്റ് അതിന് കൈയൊന്ന് പിടിക്കാനുള്ള ധൈര്യം മക്കൾക്ക് ഇല്ലാണ്ടായി പോകും. ധൈര്യം എന്ന് ഞാൻ പറയും ചിലപ്പോഴൊക്കെ. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ പിന്നെ കുറച്ച് ഗിൽട്ടാണ് വരിക. കേരളം ഭാവിയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് വൃദ്ധന്മാർ മാത്രം ജീവിക്കുന്ന ഒരിടമെന്നത്. കാരണം നമ്മുടെ യുവാക്കളെല്ലാം കൂട്ടത്തോടെ വിദേശത്തേക്ക് ചേക്കേറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് സാന്ത്വന പരിചരണം ആവശ്യമായി വരുന്നത്. ഇന്ന് നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൻ്റെ സാരഥിയായിട്ടുള്ള അലക്സ് സാറും അതുപോലെ തന്നെ സെഫിയുടെ സ്ഥാപകയായിട്ടുള്ള ഡോക്ടർ മേരി അനിതയുമാണ്. സന്തോഷം സാർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു യുവാക്കളില്ലാത്തൊരു നാടായിട്ട് മാറുന്ന ഒരു സാധ്യത അധികം വിദൂരമല്ല ശരിക്കും. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഭാവിയല്ല, ഈവൻ ഇൻ ദ കറണ്ട് ടൈംസ്. കാര്യം കേരളത്തിൽ നോക്കിയാൽ എല്ലാ വീടും ഒരു വൃദ്ധസദനം തന്നെയാണ്. എല്ലാ വീട്ടിലും ഒരപ്പൻ അല്ല ഒരമ്മ, അല്ലെ രണ്ടുപേർക്കും വയ്യാണ്ടായി, അല്ലെങ്കിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയ ഒരാൾ തന്നെയായിട്ട് ജീവിക്കുന്ന ഒരു മെജോറിറ്റി വീടുകളും അങ്ങനെയുള്ള വീടുകളായിരിക്കും. അതിനകത്ത് ഈ പറയുന്ന പോലെ മക്കൾ കൂടെയുള്ളതോ അല്ലെങ്കിൽ റെഗുലറായിട്ട് വന്നു പോകുന്ന വളരെ ചുരുക്കം പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരെ കാണുകയുള്ളൂ. പിന്നെ നാട് വളരണം, നടുവേ ഓടണം എന്നൊക്കെ പറയുന്ന പോലെ മക്കൾക്ക് നല്ല പ്രോസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇപ്പം ഒരു കാലത്ത് ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരുന്നവർ പറയും, ഒരു കാലത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു എൻ്റെ മകൻ UK-ലാണ്, US-ലാണ്, UN-ലാണെന്നൊക്കെ പറഞ്ഞ്. ഇന്നതൊരു ശാപമായും കാണുന്നവരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരുമ്പോഴത്തേന് ചിലപ്പോൾ ഇവർക്ക് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ജോലി ചെയ്യുന്നിടത്തു നിന്ന് നമുക്ക് എത്ര ദിവസം മാറി നിൽക്കാൻ പറ്റും? അപ്പൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞ് പോയാൽ ജോലി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് എന്തെന്നുള്ളത്. ഇപ്പം പണ്ട് കാലത്ത് പറമ്പും റബ്ബർ തോട്ടമൊക്കെ കാണിച്ച് മക്കളെ പിടിച്ചു നിർത്തായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇതിനും കൊണ്ടൊന്നും വിലയില്ല, ഇതൊന്നും ആർക്കും വേണ്ട. അത് പറയുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയായി മാറിയ മക്കളാണെന്നുള്ളത്. മാം ഇതിനെ എങ്ങനെയാണ് ശരിക്കും നോക്കിയാൽ? നമ്മുടെ പ്രൊഫഷണൽ കോളേജുകൾ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു PG ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പുറത്തു പോയിരുന്നത്. ഇന്ന് മക്കൾ 12th കഴിഞ്ഞ ഉടനെ തന്നെ പോകുന്ന അവസ്ഥയിലേക്ക്. ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് 5 ലക്ഷം പേര് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളില്ലാണ്ടായി തുടങ്ങുന്നു. അതായത് ചെറിയ പ്രായത്തിലേ പോകുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾ വർക്ക് ഹാർഡ് ലിവ് ഈസി എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് നമ്മളും പാരൻസും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സുരക്ഷിതമാണോ എന്ന്. പക്ഷെ നമ്മുടെയൊക്കെ ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ആരുമില്ല നമുക്ക് എന്നുള്ള ചിന്ത വരുന്നത്. പക്ഷേ ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നമ്മളതിനെ റിയലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ മക്കൾ അവിടെയാണ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവുമാണ്. എന്നാൽ പോലും നമ്മളിവിടെ, കാരണം നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞാൽ തീരുമാനിക്കുന്നത് നമ്മൾ പോലും അല്ലായിരിക്കും. നമ്മുടെ ഒരു പക്ഷേ നമ്മളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ അയൽവാസിയായിരിക്കാം, ബന്ധുവായിരിക്കാം. മക്കൾക്ക് പോലും ചിലപ്പോൾ ഒരു ഡിസിഷൻ, ഒരു സേ ഉണ്ടാവാത്ത അവസ്ഥ. കാരണം മക്കൾ എബ്രോഡാണ്, അവർക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ബന്ധുക്കളോട് വിളിച്ച് പറയുന്നു. ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അലക്സ് സാർ, അങ്ങനത്തെ ഒരു അല്ലേ സ്റ്റോറീസ് കേൾക്കാറില്ലേ, കാണാറില്ലേ? തീർച്ചയായിട്ടും ഡെയിലി കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ തിരിച്ചറിവുകളാണ് എൻ്റെ അറിവ്. ഞാനൊരു ഡിസ്ക്ലെയിമർ എടുക്കട്ടെ, ഞാനൊരു ഡോക്ടറല്ല, നമുക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. MBA ഇൻ ഫിനാൻസ് ആണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് സീയിങ് എൻ ഓൾഡ് ലേഡി ഏജ് 92 ബീങ് അബ്യൂസ്ഡ് ബൈ എ ഹോം നഴ്സ്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വയ്യായിക വന്നാൽ നമ്മൾ എവിടുന്നെങ്കിലും ഒരാളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കടമ തീർന്നു
എന്നും ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് പ്രായോഗികതയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൻ്റെ അമ്മയും കാര്യം മാത്രം നോക്കി നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഞാനിതിലേക്ക് വന്നത്. അപ്പം ഞാനെപ്പോഴും പറയും, ഇത്രയും വർഷത്തിനിടെ ഒരു 12,000-ഓളം മാതാപിതാക്കളെ ഇതുവരെ പരിചരിച്ചു. ഒരു 400 പേർക്കോളം സുഖമരണം. ഐ ഓൾവേസ് പ്രൗഡ്ലി സേ ദേ ഡൈഡ് വിത്ത് ഇൻ പീസ്, ഇൻ ഡിഗ്നിറ്റി. കാര്യം നല്ലൊരു മരണം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അവരെ എല്ലാവരുടെയും മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവരെ എമ്പതിയോടുകൂടി നോക്കി അങ്ങനെ യാത്ര അയക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു തിരിച്ചറിവ്, ഒരു അനുഭവ പാഠമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെൻ ഇറ്റ് കംസ് ടു ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് അവർ ലൈഫ്, യു ആൻഡ് മീ ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ് ഫോർ അവർ സെൽസ്. മറ്റുള്ളവരാ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക. അത് എപ്പോഴും ഒരു വൈകാരിക തീരുമാനമാണ്. നമ്മൾ മലയാളികൾ എഡ്യൂക്കേറ്റഡ് ആണ്, ലിറ്ററേറ്റ് ആണെന്നൊക്കെ നമ്മൾ അഭിമാനിക്കും. പക്ഷെ പലപ്പോഴും കാര്യത്തോടെടുക്കുമ്പോൾ നമുക്കൊക്കെ പ്രായോഗികത കുറവാണ്. പരിചരണത്തിനാണോ ചികിത്സയ്ക്കാണോ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊരു സ്റ്റേജ് ഉണ്ട് ജീവിതത്തിൽ. അതിന് ബേസിക് കാര്യം എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെൻറ്റും ഈ പരിചരണവും തമ്മിലുള്ള വേർതിരിവ് എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്, മികച്ച ചികിത്സ കിട്ടും. ബട്ട് ആ ചികിത്സയ്ക്ക് നല്ല പരിചരണം ആവശ്യമാണ്. മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിലേക്ക് ആക്റ്റീവായേക്ക് അല്ലെങ്കിൽ വാർദ്ധക്യം ഈസിയാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് കീപ് സേയിങ്, ഓൾഡ് ഏജിൽ മോർ ദാൻ മെഡിസിൻസ് വാട്ട് വർക്ക്സ് ഇസ് ലവ്, കെയർ, കമ്പാഷൻ, എംപതി, പേഴ്സണൽ ടച്ച്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള അപ്പനെയോ അമ്മയോ നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് നാളുകൾ എത്രയായി? അത് എത്ര മരുന്ന് കൊടുത്താലും കിട്ടാത്ത എഫക്റ്റ് അതിന് കെട്ടിപ്പിടിക്കലോന്ന് കൈയൊന്ന് പിടിക്കാനുള്ള ധൈര്യം മക്കൾക്ക് ഇല്ലാണ്ടായി പോകും. ധൈര്യം എന്ന് ഞാൻ പറയും ചിലപ്പോഴൊക്കെ. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ പിന്നെ കുറച്ച് ഗിൽത്താണ് വരിക ഞാൻ കാണുമ്പോൾ. കാരണം ഇന്നലെയും പോയിട്ടില്ല, മിന്നാന്നും പോയിട്ടില്ല, ഇന്ന് എന്ത് മുഖത്തോടെ പോകും, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പിന്നെ ടൈം, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ മാറ്റർ ആവുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്ത് മാറ്റർ ആണെങ്കിലും പീസ്ഫുൾ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ അത് ഇപ്പം നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് തന്നെ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയും. ഞാൻ പറയുന്നത്, ഇഫ് യു ഡോണ്ട് എൻഡ് ഇൻ പീസ്, ഹൗ ആർ യു ഗോയിങ് ടു റെസ്റ്റ് ഇൻ പീസ്? എക്സാക്ട്ലി. നമ്മൾ നല്ലൊരു ജീവിതം ജീവിച്ചു, അവസാന സമയങ്ങൾ വരുമ്പോൾ ഞാനല്ല എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്, മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്നു, എന്നെ ചികിത്സിക്കുന്നു, എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ആശുപത്രിയിൽ ഞാൻ കിടക്കുന്നു. ട്യൂബുകളും വയറുകളും ഇടാവുന്നിടത്തൂടെല്ലാം അത് വിട്ട് ഓക്സിജൻ്റെ സപ്പോർട്ടിൽ ജീവിക്കുന്നതാണോ നല്ലത്? 6 മാസം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ അത്രയും കുറച്ചേ വേദന അനുഭവിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത്രയും ഞാൻ, ബിക്കോസ് ഐ എം നോട്ട് പ്രൊഡക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതൊന്നും ചെയ്യുന്നതിൽ കാര്യമില്ല. രണ്ടാമത്തേത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഞാൻ ആ സമയം കൊണ്ട് ബേൺ ഔട്ട് ചെയ്ത് കാണും. ഇനി ഞാൻ അത്രയും കൂടെ ഹതഭാഗ്യനാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്കും കടവും വരുത്തി വെച്ചായിരിക്കും ഞാൻ ഗുഡ് ബൈ അടിക്കുന്നത്. മക്കളും ചിന്തിക്കുന്നത് ഒരുപക്ഷെ അതൊരു ഇമോഷണൽ ഇതോടെ എനിക്ക് തോന്നുന്നു, അതൊരു സൊസൈറ്റീനെയോ നാട്ടുകാരെയോ ഒക്കെ ബോധിപ്പിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. കാരണം എൻ്റെ അപ്പനെ അമ്മേനെ ഇങ്ങനെ ഒരു കെയർ സെൻറ്ററിലേക്കൊന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി നന്നായി അവർ പരിചരിക്കുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന, ഒരു സ്പിരിച്വൽ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ട് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ അച്ഛനെയും അമ്മേനെ ഞാൻ വിട്ടിരിക്കുന്നത് എന്നുള്ള സമാധാനമെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കെയർ സെൻറ്റേഴ്സിൽ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന്, ഞാനിപ്പോഴേ മരണം എങ്ങനെയായിരിക്കണം എന്ന് എഴുതി വെച്ചേക്കുന്നയാളാണ്. പക്ഷെ അത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നാളെ എനിക്ക് സേ ഉണ്ടാവുമോ, നാളെ നെക്സ്റ്റ് മൊമെൻ്റ് എനിക്ക് സേ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹൗ ഇറ്റ് ഷുഡ് ബി. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി എന്നെ ചികിത്സിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എൻ്റെ ചോദ്യം അതാണ്. എന്നെ ഒരുപാട് ലക്ഷം മുടക്കിയിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ പ്രൊഡക്റ്റീവ് ആയിരുന്ന കാലത്തോളം ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഇനി അത്രയും ചികിത്സ മുടക്കിയിട്ട്, ഒരു 45 ലക്ഷം രൂപ മുടക്കിയിട്ട് എൻ്റെ ഒരു കരൾ മുറിച്ച് മാറ്റി ചൈനയിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, ഉള്ള സമ്പാദ്യം, കേരളത്തിൻ്റെ സമ്പാദ്യം മുഴുവനും കല്ലും മണ്ണും തന്നെയാണ്. അതായത് ഞാൻ എപ്പോഴും പറയും, കേരളത്തിലെ ആണുങ്ങൾ ജീവിക്കുന്നത് പോലും ഈ 5ാം തീയതിയെ പേടിച്ച് വീടിന് EMI അടിക്കാൻ വേണ്ടി ജീവിക്കുന്നത്. അതിൻ്റെ
ഇടയിൽ ഇങ്ങനത്തെ ഒരു കാര്യവും കൂടി വന്നേ. ചികിത്സിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചികിത്സ ഹൗ മച്ച് ഈസ് ടു മച്ച് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു വേർതിരിവ് നമുക്ക് അതൊരു വളരെ ഡെലിക്കേറ്റ് ഒരു ഫൈൻ ലൈനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ആ ലൈൻ ക്ലിയർ ആവത്തില്ല. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായോഗികമായ ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഡിസൈഡ് ചെയ്യുന്ന എൻ്റെ അപ്പൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ല അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഉറച്ച വിശ്വാസം. അത് പലപ്പോഴും എടുക്കാൻ പാടുപെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കുടുംബ ബന്ധങ്ങൾ ഒന്ന് പ്രാക്ടിക്കലല്ല. രണ്ടാമത്തേത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാണെങ്കിൽ, ഇൻ ദ സെൻസ് സിബ്ലിങ്സ് തമ്മിലൊരു ഐക്യമില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ മെനി ടൈംസ് അപ്പനും അമ്മയും ആശുപത്രിയിൽ കിടക്കാൻ വിധിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുകയില്ല. പൈസ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ലല്ലോ, പിന്നെ എന്നെ ആരും കുറ്റപ്പെടുത്തുകയല്ലോ എന്നുള്ള ചിന്താഗതിയിൽ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം അതിനകത്ത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു 80 വയസ്സ് 85 വയസ്സുള്ള ആളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, വാർദ്ധക്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അല്ല ചെറുപ്പക്കാരനല്ല. അത്രയും വയസ്സ് അധ്വാനിച്ച് ജീവിച്ചു, നല്ല നിലയിൽ ജീവിച്ചു, പ്രൊഡക്റ്റീവായിട്ട് ജീവിച്ചു. ഓക്കെ, അദ്ദേഹത്തിന് ഒരു നല്ല എൻഡിങ്ങും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ഡിഗ്നിറ്റിയോടുകൂടി മരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്ന ആ സമയം എത്തുമ്പം തീരുമാനങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ഗിന്നിപ്പിക്കിരിക്കുന്ന പോലെ അവർ പറയുന്നു, മക്കൾ പറയുന്നു, അല്ല ബന്ധുക്കാർ പറയുന്നു, എല്ലാവരും അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഒരു സേവ് വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ആ ഒരു ഫൈനൽ ലൈൻ കണ്ടുപിടിക്കേണ്ടത്. കാര്യം ഞാൻ എൻ്റെ അപ്പന് വേണ്ടി ചെയ്യുന്നത് പരിചരണമാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള തിരിച്ചറിവ്. ഇതിപ്പം അവരവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട്, അല്ലെങ്കിൽ അത് വിശ്വസിച്ച് പ്രൊഫഷണൽ കെയർ എന്ന് പറയുന്ന ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് പറയാം. ഇപ്പം നമ്മൾ എന്നിപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്രയോ പേര് വീടുകളിൽ ഇത് ചെക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ആരും ചെക്ക് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. ഡോക്ടർ പണ്ടെങ്ങാണ്ടോ എഴുതി കൊടുത്തു. അത് 6 മാസം 6 വർഷം മുന്നേ BP കൊടുത്ത മരുന്ന് ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രായം കൂടും തോറും നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെഡൻറ്ററി ആണ്. ഇത്രയും പ്രഷറൊന്നും കാണത്തില്ല. അതിൻ്റെ കൂടി പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് വീണ്ടും കഴിക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ തല വീണു പോകുന്നു. നമ്മൾ പറയുന്നത് എന്താണ്? വെള്ളം ഉണ്ടായിരുന്ന കാല് തന്നെ ഹിപ്പൊടിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ അസുഖങ്ങൾ. ഇപ്പോൾ വാർദ്ധക്യത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ, മര്യാദയ്ക്ക് വെള്ളം കുടിക്കാണ്ടിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ വരും, ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം, സോഡിയം കുറയാം, പൊട്ടാസ്യം കുറയാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നാലും ഇഗ്നറൻസ് ഒരു ഇതാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടനെ ആശുപത്രിയിലോട്ടാണ് പോകുന്നത്. ആശുപത്രിയിൽ ചെന്ന് നമ്മളിപ്പം സോഡിയം കുറഞ്ഞ ഒരാൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ആരെയും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവേരിയബിളി ദേൻ്റെ പിന്നെ ICU ഒരു 4 ദിവസം ICU കിടക്കും. ഈ ICUവിലെ തണുപ്പ്, ഞാൻ വീണ്ടും പറയാം, നമ്മൾ പറയുന്ന 80 വയസ്സോ 85 വയസ്സോ വാർദ്ധക്യം ബാധിച്ച ഒരാളെക്കുറിച്ചാണ്. ഈ തണുപ്പിനകത്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. അവർ ഇറങ്ങുമ്പോൾ ഇൻവേരിയബിളി ഇവർ എന്തെങ്കിലും ICU റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ആയിട്ടായിരിക്കും അവർ പുറത്ത് വരിക. ചെസ്റ്റ് ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങി വരുവുള്ളൂ. വന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവരുടെ ഒരു ഡിക്ലൈൻ തുടങ്ങുക. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ICU കിടക്കുമ്പോൾ ചിലപ്പം 2 മരണങ്ങൾ കണ്ടെന്നിരിക്കാം അവരുടെ സമയം അനുസരിച്ച്. ചിലപ്പം 2-3 ആക്സിഡൻറ്റ് കേസസ് വന്നിട്ടുണ്ടാവും, ചോര ഒലിച്ച് വരുന്നത് കാണും, അല്ലെങ്കിൽ കൂവലും കാറിലും ഒക്കെ കേൾക്കും. ഇവരിറങ്ങി വരുമ്പോഴത്തേന് ദർ എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പേടിയായി, നടക്കാൻ പേടിയാ, വീഴുമോ എന്നുള്ള പേടി. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ അവരൊരു ഡിക്ലൈനാണ്. ആ വാർദ്ധക്യം പിന്നെ അങ്ങോട്ടൊരു ഡൗൺ ഹില്ല് തുടങ്ങുക, പ്രശ്നങ്ങൾ ആരംഭിക്കുക അവിടെ. ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു അവബോധമല്ലേ ശരിക്കും ഇതിന് വേണ്ടതൊരു അവയർനെസ് ആണ്. അതായത് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതിൻ്റെ എല്ലാവർക്കും മരിക്കാൻ കാരണങ്ങളുണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരു നല്ല മരണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്നുള്ളത്. പക്ഷെ എത്ര പേർക്ക് ആ ഭാഗ്യമുണ്ട്? ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന 10 പേരുടെ, വേണ്ടപ്പെട്ട 10 പേരുടെ കുടുംബാംഗങ്ങളുടെ മരണം എടുത്ത് നോക്കിയാലും അതിൽ ഒരാളോ 2 ആളോ കാണുള്ളൂ നിന്ന് തപ്പി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയേക്കും. ദാറ്റ് ഇസ് വാട്ട് എവറിബഡി വാണ്ട്സ്. ബട്ട് നോബഡി നോസ് വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോക്ക് വന്നാണോ മരിക്കാൻ പോകുന്നത്, വണ്ടി ഇടിച്ചാണോ മരിക്കാൻ പോകുന്നത്, റോഡ് ആക്സിഡൻ്റ് ആയിട്ടാണോ മരിക്കാൻ പോകുന്നത്, നോബഡി നോസ്. അപ്പം വരുന്നത് ആ സൈൻ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ ഇനി അങ്ങോട്ട് ചികിത്സയ്ക്കും ഒരു പരിമിതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ട്രക്കോസ്റ്റമിയൊക്കെ ചെയ്ത് ആളെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കാതെ, പക്ഷെ അത് ആര്
ഇതിന് തീരുമാനം എടുക്കും, ആര് ഉത്തരവാദിത്തം എടുക്കും, ആര് തീരുമാനം ആ എടുക്കും. തീരുമാനത്തിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലൊരു 3-4 മക്കളുണ്ടെങ്കിൽ ഒരാൾ തീരുമാനിക്കുന്ന അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ഡിഗ്നിറ്റിയുടെ മരിക്കട്ടെ, അല്ലെങ്കിൽ വേദനയില്ലാണ്ട് ഇരിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോണത് പണ്ടേ ഇഷ്ടമില്ലാത്ത ആളാണ് എന്നൊക്കെ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അടുത്ത ആൾ പറയുന്നു, നാട്ടുകാർ പറയും ഇത്രയും പൈസ ഉണ്ടായിട്ട് മക്കളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയിട്ട് ഒരു ചികിത്സ പോലും ചെയ്യാണ്ടാണോ ഈ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, കണ്ടോ അപ്പനെ കൊല്ലാനിട്ടിരിക്കുന്നു, അമ്മയെ കൊല്ലാൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പേടിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടതുണ്ട്, സൊസൈറ്റീനെ ബോധിപ്പിച്ച് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാത്തതിൻ്റെയും റീസൺ എനിക്ക് തോന്നുന്നു അതാണ്.